കോൺഗ്രസിലെ സംഘടനാപരമായ പോരായ്മകൾ ചൂണ്ടിക്കാട്ടാനും തിരുത്തലുകൾ നിർദ്ദേശിക്കാനും യുവജനങ്ങളുടെ പുതിയ കൂട്ടായ്മകൾ രൂപപ്പെടുകയാണ്. പാർട്ടി നവീകരണമെന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് ഒരു മാസം നീളുന്ന പ്രചരണ പ്രവർത്തനങ്ങൾ നടത്താനും ഫലം കണ്ടില്ലെങ്കിൽ സമരപരിപാടികളിലേക്ക് കടക്കാനുമാണ് സംഘടനാ പ്രസ്ഥാനമെന്ന് പേരിട്ടിരിക്കുന്ന കൂട്ടായ്മ ലക്ഷ്യമിടുന്നത്. വിവിധ ലോ കോളേജിലെ KSU പ്രവർത്തകർ, സംഘടനാ ജില്ലാ ഭാരവാഹികൾ എന്നിവരും KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അടങ്ങുന്ന സംയുക്ത സമിതിയാണ് കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്നത്. സാമൂഹിക മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആശയവിനിമയം നടത്തുന്നത്. സംഘടനയ്ക്ക് ചുക്കാൻ പിടിക്കുന്നവർ തൽക്കാലം അണിയറയിലായിരിക്കും. പാർട്ടി നവീകരണത്തിന്റെ ആവശ്യകത ഉന്നയിച്ചുകൊണ്ട് പ്രചരണ പരിപാടികൾ നടത്തി പ്രവർത്തകരെ ബോധവൽക്കരിക്കലാണ് കൂട്ടായ്മയുടെ ആദ്യ പരിപാടി. പിന്നീട് എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സമാഹരിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് സമർപ്പിക്കും. ഇതിന്മേൽ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷമായ പോരാട്ടത്തിനിറങ്ങാനാണ് ലക്ഷ്യമിടുന്നത്. പാർട്ടിയുടെ താഴെത്തട്ടിലെ പ്രവർത്തകർ മുതൽ മുകൾത്തട്ടിലെ നേതാക്കൾ വരെയുള്ള പ്രവർത്തനങ്ങളിലുള്ള അതൃപ്തികൾ തുറന്നു പറയാനും പരസ്പരം ഉൾക്കൊണ്ടും ആശയങ്ങൾ പങ്കുവെച്ച് മുന്നോട്ടു പോകാനുമാണ് കൂട്ടായ്മ അവസരമൊരുക്കുക. ആശയങ്ങളും പ്രവർത്തകരും നേതാക്കളും ഉണ്ടായിട്ടും സംഘടനാ സംവിധാനം തകരുന്നതിനെപ്പറ്റി വിലയിരുത്തൽ നടത്തും. പാർട്ടി സംവിധാനം പരിഷ്കരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് പ്രാധാന്യം നൽകും. പ്രചരണങ്ങളിൽ ഒരു നേതാവിന്റെയോ പ്രവർത്തകന്റെയോ പേര് പരാമർശിക്കുകയോ അവർക്കെതിരായ പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്യില്ല. എല്ലാ നേതാക്കളിലും വിശ്വാസം അർപ്പിക്കുകയും അവർ നടത്തുന്ന രാഷ്ട്രീയ സാമൂഹിക പോരാട്ടങ്ങൾക്ക് പിന്തുണ ഉറപ്പാക്കുകയും ചെയ്യും. ഒരു കോൺഗ്രസ് പ്രവർത്തകനും പൊതു ഇടങ്ങളിലോ സാമൂഹ്യ മാധ്യമങ്ങളിലോ അധിക്ഷേപിക്കപ്പെടുകയില്ല എന്ന് ഉറപ്പാക്കും. പദവികൾക്ക് മുകളിലാണ് പാർട്ടി ആശയങ്ങളെന്ന നയമാകും സ്വീകരിക്കുക. വിട്ടുവീഴ്ച മനോഭാവം, എല്ലാവരെയും ഉൾക്കൊള്ളൽ, വിമർശനങ്ങളെ അംഗീകരിക്കൽ എന്നീ തത്വങ്ങളാണ് സംഘടനാ പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് MK രാഘവനുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അദ്ദേഹത്തിന്റെ കോലം പരസ്യമായി കത്തിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ പലതരത്തിലുള്ള വിമർശനങ്ങൾ കോഴിക്കോട് DCCക്കെതിരെ ഉയർന്നു വരികയും ചെയ്തിരുന്നു. K മുരളീധരനെ പോലുള്ള മുതിർന്ന നേതാക്കൾ രംഗത്ത് വരികയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കി എന്ന് പരസ്യമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി തർക്കങ്ങൾ കോൺഗ്രസിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും സുധാകരനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടും നടന്ന ചില ചർച്ചകൾ കോൺഗ്രസിന് വലിയ ക്ഷീണമുണ്ടാക്കിയിരുന്നു. കോൺഗ്രസ് പാളയത്തിലെ വിഭാഗീയത വെളിച്ചത്ത് വന്നത് ഈ തർക്കത്തിന്മേലായിരുന്നു. പുനഃസംഘടനയിൽ KPCC അധ്യക്ഷൻ K സുധാകരനെ മാറ്റാനുള്ള VD സതീശന്റെ അജണ്ടയ്ക്ക് തുടക്കത്തിലെ തന്നെ തിരിച്ചടിയും ലഭിച്ചിരുന്നു. തന്നെ മാറ്റുന്നെങ്കിൽ പ്രതിപക്ഷ നേതാവ് മാറണമെന്ന പാക്കേജ് സുധാകരൻ ഹൈക്കമാൻഡ് നേതാക്കളെ അറിയിച്ചെന്നാണ് നിലവിലെ വിവരം. ഇതോടെ ചർച്ചകൾ ഇപ്പോൾ വേണ്ടെന്ന നിർദ്ദേശം ഹൈക്കമാൻഡിൽ നിന്ന് വരികയും ചെയ്തിരുന്നു. എന്നാൽ ഇരു ചേരികളും തമ്മിലുള്ള രൂക്ഷമായ സൈബർ യുദ്ധം അവസാനിച്ചിട്ടുമില്ല. സുധാകരനെ മാറ്റേണ്ടത് അത്യാവശ്യമാണ് എന്ന വിധത്തിൽ ചർച്ച ഒരു വശത്ത് കൊഴുക്കുന്നുമുണ്ട്. ചില പകരക്കാരുടെ പേരും ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട്. കത്തോലിക്ക സഭയെ വരെ അനാവശ്യമായി ഇതിലേക്ക് വലിച്ചിഴച്ചു സണ്ണി ജോസഫ്, റോജി M. ജോൺ, ബെന്നി ബെഹനാൻ തുടങ്ങിയ പല പേരും സുധാകര വിരുദ്ധ ക്യാമ്പ് പുറത്തുവിടുന്നുമുണ്ട്. ചില കേന്ദ്രങ്ങളിൽ കൂടിയാലോചിച്ചുകൊണ്ടാണ് വാർത്ത പ്രചരിപ്പിച്ചത്. ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് തെറിപ്പിച്ചതുപോലെ തന്നെ ഒന്നും അറിയാത്തതുപോലെ പ്രതികരിക്കുകയും അകത്ത് നീക്കങ്ങൾ നടത്തുകയും ചെയ്യുകയാണ് സതീശൻ എന്ന ആക്ഷേപവും നിലവിൽ ശക്തമാണ്. സുധാകരനെ നീക്കാൻ A വിഭാഗവും KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് K സുധാകരനെ നീക്കാൻ VD സതീശനൊപ്പം തന്നെ A ഗ്രൂപ്പിലെ പ്രമുഖരും കൈകോർക്കുന്നുണ്ട്. KC വേണുഗോപാലാണ് സുധാകരനെ സംരക്ഷിക്കുന്നതെന്നാണ് ഇവരുടെ പരാതി. എന്നാൽ വിഷയത്തിൽ പരസ്യ പ്രതികരണം വേണ്ട എന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം K സുധാകരന് നേട്ടമാണ് ഉണ്ടാക്കിയത്. പുനഃസംഘടനാ ചർച്ചയുടെ വാർത്ത സതീശൻ ക്യാമ്പിൽ നിന്നാണ് പുറത്തു വന്നിരിക്കുന്നത്. രോഗിയാണെന്നും ഓടി നടന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നും മറ്റുമുള്ള പ്രചരണത്തിന് പുറമെ ഉപതെരഞ്ഞെടുപ്പുകളിലേക്കുള്ള സുധാകരന്റെ സംഭാവന എന്താണെന്ന ചോദ്യവുമാണ് ഇവർ ഉയർത്തുന്നത്. KPCC നിർജീവമാണ് എന്നും ഭാരവാഹികളിൽ നല്ലൊരു ശതമാനവും പ്രവർത്തിക്കുന്നില്ല എന്നും ഇവർ പ്രചരിപ്പിച്ചിരുന്നു. മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം കണ്ടുകൊണ്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള സജീവ നീക്കങ്ങൾ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ്. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ തലപൊക്കിയിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്നോണം പുതിയ സമിതി രൂപീകരണവും പ്രവർത്തനങ്ങളെല്ലാം തന്നെ ശക്തമാക്കാൻ ഒരുങ്ങുന്നത്. മാത്രമല്ല, കോൺഗ്രസിനുള്ളിലെ അണിയറ നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധവും വിദ്വേഷവുമെല്ലാം അണികൾക്കിടയിൽ നിന്ന് ഉയർന്നു വരികയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള പടലപ്പിണക്കങ്ങളെല്ലാം തന്നെ ഇപ്പോൾ മറനീക്കി പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ പുതിയ അഴിച്ചുപണിക്ക് ഒരുങ്ങിയത്. എന്നാൽ ആ അഴിച്ചുപണി വലിയ തരത്തിൽ വിവാദമായതോടെയാണ് കോൺഗ്രസിനകത്ത് തന്നെ വലിയ തരത്തിലുള്ള ഒരു ശുദ്ധി കലശത്തിലേക്ക് നീങ്ങുന്നത്.